ഇന്ന് തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ അടക്കമുള്ള വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നിച്ചുകൂടി ഒരു എക്യുമെനിക്കൽ യോഗം തൃശ്ശൂർ മുളയത്തുള്ള മേരിമാത സെമിനാരിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ ഇപ്പോൾ നടക്കുന്നതിൻ്റെ കാരണം സഭൈക്യവാര പ്രാർത്ഥന ജനുവരി 18 മുതൽ 25 വരെ ആഗോളതലത്തിൽ സഭൈക്യവാര പ്രാർത്ഥന നടക്കുകയാണ്. ക്രിസ്തു പറഞ്ഞു, നാം ഒന്നായിരിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. എല്ലാ സഭകളും കൂടി ഒരുമിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. രണ്ട് കാര്യത്തിൽ എല്ലാവരും, ഒന്ന്, ക്രിസ്തുവാണ് നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത്. രണ്ട്, ക്രിസ്തുവിനുള്ള വിശ്വാസം AD 325 ഇപ്പോഴത്തെ ടർക്കിയിലെ നിക്കിയ, നൈസ്, ഇപ്പോൾ ഇസ്നിക്ക, ആ സ്ഥലത്ത് വെച്ച് നടന്ന ആ വിശ്വാസ പ്രഖ്യാപനം എല്ലാ ക്രൈസ്തവ സഭകളും സ്വീകരിക്കുന്നതാണ്. ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ 1700-ാം ആണ്ടിൻ്റെ ജൂബിലി അവസാനിച്ചേ ഉള്ളൂ. അവിടെ മാർപ്പാപ്പയും പോയി അത് അനുസ്മരിക്കുകയുണ്ടായി. അതിൻ്റെ കുറിച്ചുള്ളൊരു പഠനവും ഇന്നത്തെ ഈ യോഗത്തിലുണ്ടായി. ഒപ്പം തന്നെ ഇന്ന് ഭാരതത്തിൽ, കേരളത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളിയെക്കുറിച്ച് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഒന്നിച്ച് ചിന്തിക്കുകയും കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഇങ്ങനെയുള്ളൊരു എക്യുമെനിക്കൽ മീറ്റിങ്ങിൻ്റെ മറ്റൊരു ഉദ്ദേശം. ഇന്ന് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവർക്ക് നേരിടുന്ന ആക്രമണങ്ങളിൽ ഞങ്ങൾ വേദന രേഖപ്പെടുത്തുകയും അതിനെതിരെയുള്ള പ്രതിഷേധം അവതരിപ്പിക്കുകയും ഇന്ത്യയുടെ നേതൃത്വ നിരയോട്, പ്രധാനമന്ത്രിയും പ്രസിഡന്റും എല്ലാം അടക്കം നേതൃത്വ നിരയോട് ഇതിന് ശക്തമായ നടപടികൾ, ഇവ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കേരളത്തിലും മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ്. പലതരത്തിലുള്ള വെല്ലുവിളികളും അതിനേക്കാൾ ഉപരി ക്രൈസ്തവർ അവഗണനകളും വിവേചനങ്ങളും നേരിടുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള അവഗണനകളും വിവേചനങ്ങളും ഇല്ലാതാക്കണം. ഭാരതത്തിൻ്റെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഒന്നാണ്. അത് മതസ്വാതന്ത്ര്യമുള്ളതാണ്, തുല്യ അവകാശങ്ങളുള്ളതാണ്, ന്യൂനപക്ഷ അവകാശങ്ങളുള്ളതാണ്. ഈ ഭരണഘടനയ്ക്കെതിരെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്ന് എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും ഒന്നിച്ച് കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആനുപാതികമായി സംഭാവന ചെയ്തിട്ടുള്ള സമൂഹമാണ്. ആ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഞങ്ങൾ ഒന്നിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പം ഈ അടുത്തിടെ ഒരു സമുദായ നേതാവ് പറയുകയുണ്ടായി, നായാടി മുതൽ നസ്രാണി വരെ യോജിച്ച് നിൽക്കണമെന്ന്. അങ്ങനെ യോജിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അതിനോട് ഈ സഭ യോജിക്കുന്നുണ്ടോ? എല്ലാവരും ഐക്യത്തിൽ പ്രവർത്തിക്കുന്നുള്ളതിന് യോജിപ്പാണ്. പിന്നെ ഓരോരുത്തരുടെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ വിവിധ, ഇപ്പോൾ എലക്ഷൻ വരികയാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നിർമ്മിതി ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും. പക്ഷേ ഇന്ന് ഞങ്ങൾ പലതരത്തിലുള്ള ആക്രമണങ്ങളും വിവേചനങ്ങളും അവഗണനകളും നേരിടുന്നു. അതുകൊണ്ട് ക്രൈസ്തവരെ സഹായിക്കാനുള്ള എല്ലാവരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും, ഞങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ആ ഒരു പ്രസ്താവനയ്ക്ക് ഞാനൊരു മറുപടി പറയുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തിൽ ഒരുമിച്ച് ചേരുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരുടെ വിശ്വാസം ഏറ്റുപറയുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അതിമനോഹരമായിരിക്കുന്നൊരു വേദിയായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണ്ടുകാലത്ത് സെമിനാരിയിൽ പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ അന്നത്തെ മാർപ്പാപ്പ പോൾ ആറാമൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു കേന്ദ്രിതമായിട്ടുള്ള ജീവിതമായിരിക്കണം നയിക്കേണ്ടത് എന്ന്. ഒരു ഫോട്ടോ എടുക്കുകയായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഫോട്ടോ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ വികൃതമായിട്ടുള്ള രൂപമായിരിക്കും കിട്ടുക എൻ്റേത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ക്രിസ്തു കേന്ദ്രിതമായിരിക്കുന്ന പ്രവർത്തനമായിരിക്കണം ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രിതമാകണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ജനങ്ങൾക്ക് കിട്ടുന്നത് വിരൂപമായ, വികൃതമായ, ഔട്ട് ഓഫ് ഫോക്കസ് ആയ ക്രിസ്തുവിൻ്റെ രൂപമായിരിക്കുമെന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവിടെ നിന്ന് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ആ അനുഭവം സ്നേഹത്തോടെ പങ്കുവെക്കുകയും കാരുണ്യത്തിൻ്റെ മുഖം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രൈസ്തവ സാക്ഷ്യമെന്ന് ഞാൻ കരുതുകയാണ്. ഭാരതത്തിലെ മതസ്പർദ്ധയും ഒക്കെ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും നമ്മുടെ ഭരണഘടനയ്ക്ക് മുൻതൂക്കം നൽകുന്ന എല്ലാവരും ഈ സമൂഹത്തിലെ സഹോദരങ്ങളെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനം ഇവിടെ ഉണ്ടാകാനായിട്ട് ക്രൈസ്തവർ അവരുടേതായിട്ടുള്ള മുഖ്യ പങ്ക് വഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അവബോധം
എനിക്ക് കൂടുതൽ ഈ മീറ്റിങ്ങിൽ നിന്ന് ലഭിക്കാൻ വന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പങ്കെടുത്ത എല്ലാവർക്കും ഉള്ളത്. വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. ഇനിയും ക്രൈസ്തവ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിലും കേരളത്തിൽ എല്ലായിടത്തും കൂടുതൽ ശക്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവരുടെ ഐക്യത, കൂട്ടായ്മ അനിവാര്യമാണ്. ഇന്ന് തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ തുടങ്ങിയ ഇടങ്ങളിലെ ക്രൈസ്തവർ ഒരുമിച്ച് കൂടി ഇന്നിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയും വെല്ലുവിളികളും ചർച്ച ചെയ്യുകയും ഐക്യതയോടെ മുന്നോട്ട് പോകുവാൻ തക്കവിധം ആഗ്രഹിക്കുകയും ചെയ്ത് ഇന്ന് അഭിനന്ദ പിതാവായിരിക്കുന്ന തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും അതുപോലെ അഭ്യന്തര പിതാക്കന്മാരും ഒന്നു ചേർന്ന് എടുത്ത ഈ തീരുമാനം അത് ദൈവ പദ്ധതിയാണ്. ദൈവത്തിൻ്റെതായ സാന്നിധ്യം ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി ഒരേ അനുഭവത്തിൽ മുന്നേറുവാൻ തക്കവിധമുള്ള അനുഭവം വരുത്തും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല AD 325 നടന്നതായ ഒരു സുന്നഹദോസ് അതിൻ്റെ 1700ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിനോട് ചേർന്ന് ഈ കാര്യങ്ങൾ എക്യുമെനിക്കൽ തലത്തിൽ നടത്തുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട്. വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ ഒരുമിച്ച് ചേർന്ന് മുന്നേറാൻ തക്കവിധം ഇടയാകണം. ആർട്ടിക്കിൾ 26 മത സ്വാതന്ത്ര്യം ഏറെ വ്യാഖ്യാനിക്കപ്പെടുന്ന അവസരത്തിൽ ഇന്നിൻ്റെ വെല്ലുവിളികളെ അത് അഭിമുഖീകരിക്കുമ്പോൾ അനേക തലത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന ഈവൻ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിലും കടന്നു കയറി ആക്രമിക്കപ്പെടുന്ന ഈ കാലയളവിൽ അതിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുവാനായിട്ട് ഏവരെയും ആഹ്വാനം ചെയ്ത് ദൈവത്തിൻ്റെതായ ആ സാന്നിധ്യം ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യതയുടെയും സമാധാനത്തിൻ്റെയും ആ പ്രത്യാശയുടെ അനുഭവം നൽകിക്കൊണ്ട് മുന്നേറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരുന്നു. പ്രത്യേകമായിട്ടും ക്രൈസ്തവ സഭകൾ ഒരു വിശ്വാസം പങ്കുവയ്ക്കുന്നവരാണ്. യേശുവിലുള്ള വിശ്വാസം പങ്കുവയ്ക്കുന്നവരെല്ലാവരും ആ വിശ്വാസം ഒന്നിച്ച് പ്രഘോഷിക്കുകയും ആ വിശ്വാസം ഒന്നിച്ച് ഏറ്റുപറഞ്ഞ് പ്രത്യാശയോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ചും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ, വെല്ലുവിളികളെ ഒന്നിച്ച് അഭിമുഖീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതൊരു തുടക്കമാണോ? എങ്ങനെയാണ് ഇന്നത്തെ ഒരു മീറ്റിംഗ് തുടക്കമായിട്ടാണോ? തീർച്ചയായിട്ടും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങൾ ഏറെ കാലമായിട്ട് സഭയിൽ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളെ ഒന്നിച്ചിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതേസമയം തന്നെ ഇന്ന് അതിൻ്റെ കാലികമായ പ്രസക്തി ഒന്നും കൂടി ഉയർത്തിക്കാട്ടുകയാണ് നിക്യാ സുനഹദോസിലെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ 1700ാം വാർഷികം ആചരിക്കുന്ന വേളയിൽ ഒന്നും കൂടി ഒന്നിച്ചു ചേരാനും ആ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാനും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള ഒരു അവസരമാണ്, ഒരു പുനരാരംഭമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും എല്ലാവരെയും യോജിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു വെല്ലുവിളികളോ പ്രതിസന്ധികളോ വരുമ്പോഴാണ് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുകയും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കുറേയും കൂടിയും ഉണർവോടെ ഒന്നിച്ച് ഐക്യത്തോടെ നിലനിൽക്കണമെന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും.